ഇറാന്റെ ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ സഹായിക്കാൻ ഫ്രാൻസും യുണൈറ്റഡ് കിങ്ഡവും ഉൾപ്പെട്ട ഒരു സഖ്യത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിൽ അമേരിക്ക. ആക്രമണമുണ്ടായാൽ ഇറാനെതിരെയുള്ള തിരിച്ചടിയിൽ തങ്ങളും ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രയേൽ ബ്രിട്ടനോടും ഫ്രാൻസിനോടും പറഞ്ഞു. കഴിഞ്ഞ മാസം ടെഹ്റാനിൽ വെച്ച് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതു മുതൽ ഇറാൻ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി. ഇറാനും മേഖലയിലെ അതിന്റെ സഖ്യകക്ഷികളായ ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയും ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണം പരക്കെ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. വെള്ളിയാഴ്ച ഉന്നത ബ്രിട്ടീഷ് ഫ്രഞ്ച് നയതന്ത്രജ്ഞരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇസ്രയേൽ തങ്ങളുടെ പ്രതീക്ഷകൾ അറിയിച്ചത്. വെള്ളിയാഴ്ച നേരത്തെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി സെഫ്റ്റാൻ സെജോണും ഇസ്രയേൽ സന്ദർശിച്ച വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സിനെയും സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമാറുമായി കൂടിക്കാഴ്ച നടത്തി. ഗാസ മുനമ്പിൽ വെടിനിർത്തൽ കരാറിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായി ഖത്തറിലെ ദോഹയിൽ ഇസ്രയേൽ ചർച്ചകൾ നടത്തുന്ന സമയത്താണ് കൂടിക്കാഴ്ച നടന്നത്. ഗാസയിലെ വെടിനിർത്തൽ കരാർ ഇറാനെ അവരുടെ ആക്രമണത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ ബോധ്യപ്പെടുത്തുമെന്നും പറയപ്പെടുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രസ്താവനയിൽ ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞു, ഇസ്രയേലിനെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇറാൻ ആക്രമിച്ചാൽ US നേതൃത്വത്തിലുള്ള സഖ്യം ഫ്രാൻസും ബ്രിട്ടനും ഇറാനോട് പരസ്യമായി വ്യക്തമാക്കുമെന്നും ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പ്രതിരോധത്തിൽ മാത്രമല്ല, ഇറാനിലെ പ്രധാന ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണത്തിലും ഇസ്രയേലിനൊപ്പം ചേരുമെന്നും ദി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതീക്ഷിക്കുന്ന ഇറാനിയൻ ആക്രമണത്തിൽ ഇറാന്റെ ആക്രമണത്തിനെതിരെ ഇസ്രയേലിനെ പ്രതിരോധിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ഏപ്രിൽ രൂപീകരിച്ച ഒരു സഖ്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ അമേരിക്ക പ്രവർത്തിക്കുന്നത് ഇതാദ്യമായാണ്. ഇറാൻ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഈ സഖ്യത്തിൽ US, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, സൗദി, ജോർദാനിയൻ മിലിറ്ററികൾ ഉൾപ്പെടും. സഖ്യമല്ലെങ്കിൽ സഖ്യത്തിലെ ചില അംഗങ്ങളെങ്കിലും ഇത്തവണയും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രയേൽ. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം UKയ്ക്കും ഫ്രാൻസിനും നൽകിയ പിന്തുണയ്ക്ക് കാറ്റ്സ് നന്ദി പറഞ്ഞു. ഇറാന്റെ ഏത് ആക്രമണത്തിനും ഐക്യത്തോടെ പ്രതികരിക്കാൻ ആഹ്വാനവും ചെയ്തു. ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ പ്രതിരോധത്തിൽ മാത്രമല്ല, ഇറാനിലെ ആക്രമണ ലക്ഷ്യങ്ങളിലും അവർ ഇസ്രയേലിനൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതുവഴി. ഇറാനെ പിന്തിരിപ്പിക്കാനും യുദ്ധം തടയാനുമുള്ള ശരിയായ മാർഗമാണ് ചർച്ചയെന്നും കാറ്റ്സ് പറഞ്ഞു. തിന്മയുടെ അച്ചുതണ്ടിന്റെ തലവനാണ് ഇറാൻ. അധികം വൈകുന്നതിന് മുമ്പ് സ്വതന്ത്ര ലോകം അത് അവസാനിപ്പിക്കണമെന്നും കാറ്റ്സ് പറയുന്നു. ഇറാന്റെ ഏത് ആക്രമണവും മിഡിൽ ഈസ്റ്റിന് വിനാശകരമാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലാമി പറഞ്ഞു. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് അപകടകരമായ നിമിഷമാണെന്നും ലാമി പറയുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാനുള്ള സാധ്യത ഉയരുകയാണ്. ഇറാന്റെ ഏത് ആക്രമണവും മേഖലയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഏതെങ്കിലും ഇറാനിയൻ ആക്രമണവും തുടർന്നുള്ള ഇസ്രയേലി തിരിച്ചടിയും മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ ഒരു യുദ്ധത്തിൽ മുക്കിയേക്കാവുന്ന ഒരു വർധന ചക്രത്തിലേക്ക് നയിക്കുമെന്ന് വ്യാപകമായ ആശങ്കയുമുണ്ട്. ഇസ്രയേലിന്റെയും സഖ്യകക്ഷികളുടെയും യോജിച്ച ആക്രമണം യുദ്ധത്തിന്റെ 5 മുന്നണികൾ തുറക്കുമെന്നും ഇസ്രയേൽ വിലയിരുത്തുന്നതായി മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 315 ദിവസത്തെ യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ബന്ദികളെ തിരിച്ചയക്കാനുള്ള ഒരു കരാറിന്റെ സമയമാണിപ്പോൾ. എന്നാൽ ചർച്ച നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ചയാണ് ദോഹയിൽ ചർച്ച പുനരാരംഭിക്കുക. ഗാസയിൽ ആവശ്യമായ അളവിൽ സഹായം ലഭിക്കുന്നതിനും പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുമുള്ള സമയം ഇപ്പോഴാണെന്നും നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകളെ അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള ഒരു നടപടിയും അംഗീകരിക്കാനാവില്ലെന്നും സെർജോനെ ഊന്നിപ്പറഞ്ഞു. സമാധാനത്തിലേക്കോ യുദ്ധത്തിലേക്കോ നയിച്ചേക്കാമെന്നതിനാൽ ഈ മേഖല എന്ന നിലയിൽ മിഡിൽ ഈസ്റ്റ് ഒരു നിർണായക ജംഗ്ഷനാണെന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.